സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേർന്നു പത്തനംതിട്ടയിൽ നിന്ന്. സുജു, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പലതവണ പണം വാങ്ങി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ക്രൂരമായ ലൈംഗിക പീഡനം ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. അത് ഒപ്പം തന്നെ ശരീരം മുറിവേൽപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും മനു, ക്രൂരമായ ബലാത്സംഗം നടത്തിയെന്ന് തന്നെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട ഈ കേസിൽ പരാതിക്കാരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഈ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവതിയെ പരിചയപ്പെടുത്തുക. പിന്നീട് പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹ ബന്ധം വേർപെടുത്താൻ രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകുന്നു. തുടർന്ന് ഒരു കുഞ്ഞു വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഇതിന് രാഹുൽ ചൂണ്ടിക്കാട്ടിയ ന്യായീകരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വേണമെന്ന പറയുന്നതിന്റെ കാരണമായി കുഞ്ഞുണ്ടായ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്ന് രാഹുൽ പറയുന്നു. മുൻപ് ഉള്ള പരാതിയിലും സമാനമായ പരാതി രാഹുലിനെതിരെ നമ്മൾ കേട്ടതാണ്. രാഹുൽ പറയുന്നത് കുഞ്ഞുണ്ടായ വീട്ടിൽ വേഗം സമ്മതിക്കുന്നു പറഞ്ഞു. ഇതനുസരിച്ച് രാഹുൽ ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറയുകയും റൂമിൽ എത്തിയതോടെ പെൺകുട്ടിയോട് ഒരു വാക്കുപോലും പറയാതെ കടന്നാക്രമിക്കുകയാണ് ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമെന്നും പരാതിക്കാരി പറയുന്നു. പിന്നീട് ഈ കുട്ടി ഉണ്ടായ ശേഷം അല്ലെങ്കിൽ ഗർഭം ധരിച്ച ശേഷം ഈ പരാതിക്കാരി പറയുന്നത് ഗർഭം അറിയിച്ചപ്പോൾ അലസിപ്പിക്കാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. മാത്രമല്ല അസഭ്യം പറയുകയും ഇത് തന്റെ കുഞ്ഞല്ല, ഇത് മറ്റാരുടെങ്കിലും കുഞ്ഞെന്ന് അധിക്ഷേപിക്കുകയും രാഹുൽ ചെയ്തു. അതിൽ മനം നൊന്താണ് DNA പരിശോധനയ്ക്ക് ഈ യുവതി തയ്യാറായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുഞ്ഞ് തന്റേതല്ല എന്ന് യുവതിയോട് പറയുന്നു. എന്നാൽ യുവതി ആ കാര്യത്തിൽ പിന്നോട്ട് പോയില്ല. അതുകൊണ്ടാണ് യുവതി പറയുന്നത് DNA പരിശോധനയ്ക്ക് തയ്യാറാക്കുകയും ആ ഭ്രൂണത്തിന്റെ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ച് ശേഖരിക്കുകയും ചെയ്തത്. ഒരു ന്യായമുണ്ടല്ലോ സുജു, ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഒരു കുഞ്ഞുണ്ടായാൽ മാത്രമേ നമ്മുടെ കല്യാണത്തിന് വീട്ടിൽ സമ്മതിക്കൂ എന്ന വിചിത്രമായ ന്യായം പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് സുജു പറഞ്ഞതുപോലെ ഈ പറയുന്ന റൂം ബുക്ക് ചെയ്യിപ്പിക്കുന്നു, പിന്നീട് അവിടെ എത്തുന്നു, ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ആ പെൺകുട്ടിയെ ചാടി വീണ് ഉപദ്രവിച്ച് കീഴ്പ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബാംഗ്ലൂർ സ്വദേശിനിയായ അല്ലെങ്കിൽ രണ്ടാമത്തെ പീഡന കേസിലെ യുവതിയുടെ പരാതിയും സമാന തരത്തിലാണ്. അതായത് യുവതി എത്തുമ്പോൾ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൺവിൻസിംഗ് ആയിട്ടല്ല ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നു. നമുക്കറിയാം മുൻപ് മറ്റൊരു പരാതിക്കാരി ഒരാൾ തനിക്ക് മെസ്സേജ് അയച്ചതിനെ പറ്റി മുൻപ് ട്രാൻസ്ഫോമിൽ സൂചിപ്പിച്ചിരുന്നു. രാഹുൽ പീഡിപ്പിക്കുന്ന തരത്തിൽ തനിക്ക് ബലാത്സംഗം ചെയ്യുന്ന തരത്തിൽ ആ തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രാഹുൽ പറയുന്നു. ഏതാണ്ട് ഈ പരാതികളൊക്കെ ഉയർന്നു വരുമ്പോൾ സമാനമായ രീതിയിലാണ് ഈ വിഷയങ്ങൾ ഉയർന്നു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ പീഡിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നോ ഇയാൾ ചെയ്തത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഞാനിപ്പോൾ നിലവിൽ കേസിന്റെ അപ്ഡേഷനിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട AR ക്യാമ്പിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചിരിക്കുന്നത്. SIT തലവ അല്ലെങ്കിൽ SIT മേധാവി G പൂങ്കുവയിലെ IPSS ചോദ്യം ചെയ്യുന്നത് രാഹുലിന്റെ ഫോൺ അടക്കം പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഹുലിനെ പത്തനംതിട്ട ജനലാശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല തിരുവല്ല കോടതിയുടെ പരിധിയിലാണ് ഈ പരാതിയോ അല്ലെങ്കിൽ ഓപ്പൺസോ നടന്നിരിക്കുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തിരുവല്ല അല്ലെങ്കിൽ പരാതി വന്നിരിക്കുന്ന തിരുവല്ല കോടതിയുടെ പരിധിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ തിരുവല്ല കോടതിയിലാണ് സ്വാഭാവികമായിട്ട് ഒരു മജിസ്ട്രേറ്റ് മുമ്പിലാണ് രാഹുലിനെ തിരുവല്ല കോടതി അവധിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാൻ സാധ്യത. ഞാൻ അതിലേക്ക് തന്നെയാണ് രാഹുൽ തിരുവല്ല മജിസ്ട്രേറ്റ് ഞായറാഴ്ചയാണ് തന്നെ സ്വാഭാവികമായിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കേണ്ടത്. തിരുവല്ല മജിസ്ട്രേറ്റ് അവധിയായതുകൊണ്ട് തന്നെ രാഹുലിനെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കുക. ഇന്ന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് താമസിക്കുന്നത് ഈ രാഹുലിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന AR ക്യാമ്പിന് സമീപം തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വേഗം വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുലിനെ കോടതിക്ക് മുമ്പിലേക്ക് ഹാജരാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കോടതിയിൽ നമുക്കറിയാം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസിന് 24 മണിക്കൂറിന് സമയപരിധിയുണ്ട്. അതിനുള്ളിൽ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് രാഹുലിനെ കസ്റ്റഡിയിലെത്തുന്നത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ കസ്റ്റഡി എടുത്തപ്പോൾ രാഹുൽ അഭിഭാഷകരോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് ആ ഘട്ടത്തിൽ അത് നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് AR ക്യാമ്പിലെത്തിയ ശേഷം രാഹുലിനെ അഭിഭാഷകനെ ഔദ്യോഗികമായി പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. രാഹുലിന്റെ കുടുംബാംഗങ്ങൾ അടൂർ നെല്ലിമുകളിലാണ് രാഹുലിന്റെ വീട്. കുടുംബാംഗങ്ങളെ രാഹുലിന്റെ അറസ്റ്റ് പോലീസ് അറിയിക്കുകയും ചെയ്തു. നിയമപരമായ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുക, പിന്നീട് കോടതിയിൽ ഹാജരാക്കുക. തിരുവല്ല കോടതി മജിസ്ട്രേറ്റ് അവധിയായതിനാൽ സ്വാഭാവികമായി രാഹുലിനെ
പത്തനംതിട്ട കോടതി മജിസ്ട്രേറ്റ് മുമ്പിലേക്കായിരിക്കും എത്തിക്കുക. നിലവിൽ പുറത്തു വരുന്ന വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ അനുസരിച്ചാണെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. സാധ്യത തന്നെ ഇല്ല എന്ന് പറയാം. അടങ്ങിയ ശിലാകാരാണ് സാധ്യത. കാരണം ലൈംഗിക പീഡനം, അതുപോലെ തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, ഈ സാമ്പത്തിക ചൂഷണം ചെയ്യുന്നതിനൊക്കെ തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയാണ് പല ഇടപാടുകളും നടത്തിയിരിക്കുന്നത്. 10,000 രൂപയുടെ അത് വലിയ തുകകളുടെ ഇടപാടാണോ സുജു? വലിയ തുകകളുടെ ഇടപാടാണോ നടന്നിരിക്കുന്നത്? തീർച്ചയായും വലിയ തുകകളുണ്ട്. സ്വാഭാവിക ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ അതിനാവശ്യപ്പെടുന്ന തുക ചെറുതല്ല. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ചെരുപ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇടുന്ന ചെരുപ്പായി രാഹുലിന്റെ ചെരുപ്പിനെ താരതമ്യപ്പെടുത്തുന്നത് അബദ്ധമായിരിക്കാം. 10,000 രൂപയുടെ ചെരുപ്പ് മേടിക്കാൻ 10,000 രൂപ രാഹുൽ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക ഇടപാടുകൾ മേടിക്കാൻ 10,000 രൂപയോ? 10,000 രൂപ പുറത്തു വരുന്ന വിവരം. അപ്പൊ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളുണ്ട്. രാഹുൽ മാത്രമല്ല, യുവതി ഈ രാഹുൽ ചതിച്ചു എന്നൊരു ഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് സാധാരണ ഒരു സ്ത്രീക്കും അംഗീകരിക്കാനോ മാനസികമായി അവർക്ക് ഇടിഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ്. രാഹുൽ ആവശ്യപ്പെടുകയും യുവതി ഗർഭിണിയായ ശേഷം രാഹുലിനെ വിവരം അറിയിക്കുമ്പോൾ രാഹുൽ പറയുന്നത് ഇത് മറ്റാരുടെങ്കിലും കുഞ്ഞ് ആയിരിക്കാം എന്നാണ്. സ്വാഭാവികമായി സാധാരണ ഒരു സ്ത്രീ ഈ ഘട്ടത്തിൽ നമുക്ക് ഇതിൽ എടുത്തു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുലിനെതിരെ ആദ്യ പരാതി ഉണ്ടായപ്പോൾ ആ പരാതി നൽകിയ യുവതി ഗർഭിണിയായെന്ന ഗർഭം ധരിച്ചുവെന്നും അത് രാഹുൽ നിർബന്ധിത ഗർഭ ചിത്രത്തിന് വിധേയപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് രാഹുൽ അങ്ങനെ ഒരു ഗർഭം ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യ ഭർത്താവിൽ നിന്നായിരിക്കുന്ന കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇവിടെ കൃത്യമായി തെളിവ് ഈ യുവതി രാഹുൽ തന്നെ ചതിച്ചുവെന്ന ഉത്തമ ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ തന്റേതല്ല കുഞ്ഞ് എന്ന് രാഹുൽ പറയുമ്പോൾ യുവതി ഭ്രൂണത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ സാമ്പിൾ പരിശോധന നടത്തുവാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ തന്നെ രാഹുൽ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറ്റിച്ച് കടന്നു കളയും എന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലല്ലേ നടത്തിയല്ലേ? ശാസ്ത്രീയപരമായി DNA സാമ്പിൾ ശേഖരിക്കാനുള്ള സംവിധാനം ആ പെൺകുട്ടി ചെയ്തിരുന്നു. അതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ഘടകമാകാൻ പോകുന്നല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ കോടതിയുടെ അനുമതിയോടുകൂടിയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നിയമപരമായ നടപടി പൂർത്തിയാക്കി രാഹുലിന്റെ DNA പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ കുട്ടി ആരുടെയെന്ന അല്ലെങ്കിൽ അലസിപ്പോയ അല്ലെങ്കിൽ ആ കുഞ്ഞ് ആരുടെ എന്ന കാര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. അത് രാഹുലിനെതിരെ ശാസ്ത്രീയ തെളിവായി നിലനിൽക്കും.